പ്രവാസികളായ മലയാളികളുടെ ഓണാഘോഷം ഇത്ര ഒരുമയോട് കൂട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിശയിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. നമുക്കൊരു ഓണാഘോഷം കണ്ടാക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിൽ ഓണം കഴിഞ്ഞില്ലേ. പ്രവാസികളെ സംബന്ധിച്ച് ഓണം കഴിഞ്ഞാലും അടുത്ത 6 മാസം വരെ എല്ലാ ശനി ഞായറിലും ഇവിടെ ഓണാഘോഷ, ഓണസദ്യ, മാവേലി, പൂക്കള മത്സരം എല്ലാം ഉണ്ടാവും. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു ഓണാഘോഷം നമുക്ക് കാണാം. ബാ. പിന്നെ പ്രധാന നമ്മുടെ ഒരു അതിഥികളിൽ ഒരാളായി വന്നത് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് കൂടിയാണ് കേട്ടോ. അതിപ്പോ കളറായി പരിപാടി. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അനിൽ. അനിൽ അല്ലേ? അപ്പൊ അനിലാണ് കേട്ടാ നമുക്ക് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് മാവേലി ആവാൻ പോകുന്നത്. നാട്ടിലെവിടെയാ? നാട്ടിൽ കായംകുളം. കായംകുളത്ത്, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ RTA ഡ്രൈവറാണ്. ബസ്സിന്റെ അല്ലേ? നമ്മുടെ ലൈൻ ബസ്. അതെ. അതെ. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ? തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. സുനിൽ കായംകുളം RTA ഡ്രൈവറാണ് ഇവിടുത്തെ. അതായത് നാട്ടിലെ KSRTC ബസ്സിലെ ഡ്രൈവർ. മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ രഗ്നേഷാണ്. മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് ആളെത്തിയത്. അപ്പോൾ ഈ മാവേലിയായിട്ട് രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. പിന്നെ ഈ ഓണാഘോഷം എന്നുള്ള പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ മാവേലി ആവുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നീട് സദ്യയും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ വലിയൊരു ഓണാഘോഷമായി മാറുന്നത്. സദ്യ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സദ്യ ആയിരുന്നു ഉണ്ടാവും. പെടാന്ന് പറഞ്ഞ പെടാ. അതായത് 6000 പേർക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ട്രിപ്പോട് കൂടിയിട്ട് വലിയൊരു സദ്യ തന്നെയായിരുന്നു ഒരിക്കൽ. അത് 2 തരം പായസവും പിന്നെ 10, 12, 13 ഐറ്റംസ് കറികളുമായിട്ട് ഗംഭീര സദ്യ. നമ്മുടെ ഓണാഘോഷം കളറാക്കാനായിട്ട് പിന്നണി ഗായിക സിത്താരയുടെ ഗംഭീര ഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രേക്ഷകരെ പിടിച്ചിരുത്തി തന്നെയാണ് ചെയ്തത്. വെട്ടിക്കെട്ട് പോലുള്ള പാട്ടുകളായിരുന്നു. കാണികളെ ഒട്ടും ബോറടിപ്പിക്കാതെ മാലപ്പടക്കം പോലെ ഒന്നിന് പുറകെ ഒന്നിനായിട്ടായിരുന്നു ഗാനങ്ങൾ ഉണ്ടായിരുന്നത്. ശരിക്കും നാട്ടിലെ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സവം അതിലും ഗംഭീരം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ചത് റോബോട്ടിക്കൽ ആനകളായിരുന്നു കേട്ടോ. ഇതാവുമ്പോ പിന്നെ അധികം പേടിക്കേണ്ടതായിട്ട് വരില്ല. ആർക്ക് വേണമെങ്കിലും അടുത്ത് വേണമെങ്കിലും നിൽക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഓണാഘോഷത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മാവേലി തന്നെയാണ് കേട്ടാ. അത് നമ്മുടെ സുനില് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓണം ഇങ്ങനെ മാസങ്ങളോളം ആഘോഷിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അനിൽ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു മാവേലി വേഷം കെട്ടാൻ നിൽക്കുന്നത്. അപ്പൊ ഉറക്കത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ മാത്രം മുഴുകി നിൽക്കുകയാണ് നമ്മുടെ മേക്കപ്പ് മാൻ. അനിൽ ഭായ് ഗംഭീരമായിട്ടുണ്ട്. അനിലിൽ നിന്നും മാവേലിയിലേക്കുള്ള മാറ്റം വളരെ ഗംഭീരമുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു മാവേലി. എല്ലാവിധ ആശംസ. കൊട എവിടെ നമ്മുടെ? ഓക്കെ. കൊളാണ് പൂർണ്ണമായത് അല്ലേ? ഓക്കെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. അങ്ങനെ പ്രവാസികളുടെ ഓണാഘോഷം പിന്നെയും തുടരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.